അപ്പോൾ രാവിലെ തന്നെ ഒരു കാര്യം തീരുമാനിച്ച് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാമെന്ന്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. രാവിലെ തന്നെ ഒരുപാട് വെയിലൊന്നും ആവാത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ പോകാൻ നല്ല വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പിഷാരഡീസിന്റെ ദോശ ഫെസ്റ്റിലോട്ടാണ് എത്തിയിരിക്കുന്നത്. അടുത്ത മെനു കണ്ടപ്പോഴാണ് ആകെ അത്ഭുതപ്പെട്ടു പോയത്. കാരണം 80ഓളം ടൈപ്പ് ദോശയാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം പനീർ മസാല ദോശ അതുപോലെ റവ പനീർ മസാല ദോശയും കഴിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം മട്ടിച്ച് പോകും, വേഗം മതിയാവും. അങ്ങനത്തെ ദോശയായിട്ടാണ് എനിക്കത് തോന്നിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ ദോശ ഇവിടെ എത്തിയിട്ടുണ്ട്. മോനസ് ആണെങ്കിൽ നെയ് റോസ്റ്റ് ആണ് ഓർഡർ ചെയ്തത്. അമ്മ സാധാ ദോശ ഓർഡർ ചെയ്തു. ഞങ്ങൾ എല്ലാവരും മസാല ദോശ ഓർഡർ ചെയ്തു കേട്ടോ. അടിക്കുട്ടനാണെങ്കിൽ അവൻ ഒറ്റയ്ക്ക് ഒരു മസാല ദോശ വേണം, അതുപോലെ ഞാൻ ഒറ്റയ്ക്ക് വാരി കഴിക്കത്തുള്ളൂ, എനിക്ക് ആരും വാരി തരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ആണെങ്കിൽ നമുക്ക് ദോശയുടെ കൂടെ ചട്നിപ്പൊടി പറഞ്ഞിട്ടൊരു സാധനം കിട്ടും കേട്ടോ. അതായത് ഡ്രൈ ആയിട്ടുള്ളൊരു പൊടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പാടിയാണെങ്കിൽ വെറുതെ ന്യായം വെച്ചിട്ട് ഇരിക്കാൻ നല്ലത് ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ തന്നെ അവന് വാരി കൊടുത്തു കേട്ടോ. മോനൂസിന്റെ നെയ് റോസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞു. അതിനുശേഷം അവന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് എന്നോട് വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളൊരു സ്ട്രോബെറിയുടെ ജ്യൂസ് ഓർഡർ ചെയ്തു കേട്ടോ. കണ്ടപ്പോൾ അമ്പാടിക്കും ജ്യൂസ് വേണമെന്നായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഓരോ ജ്യൂസും കുടിച്ച് അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.